CITU പാല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പാല ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. ലേബർ കോഡ് പിൻവലിക്കുക, മിനിമം വേതനം 26,000 രൂപയായി നിശ്ചയിക്കുക, സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക, 10 വർഷമായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 10 അവകാശ ദിനമായി ആചരിച്ചുകൊണ്ട് CITU പാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാല ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കുരിശുപള്ളി കവലിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമരത്തിന്റെ ഭാഗമായി താൽക്കാലികമായ ആ നിയമങ്ങളെ മരവിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. നമ്മുടെ സമരം, നമ്മുടെ പ്രക്ഷോഭം ഇന്ത്യൻ തൊഴിലാളി വർഗവും ഇന്ത്യയിലെ കൃഷിക്കാരും ഏറ്റെടുത്തതിന്റെ തെളിവാണ് നരേന്ദ്രമോദി എന്ന വിഗ്രഹം ഉടഞ്ഞത് എന്ന് നാം കാണുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 303 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് BJPയെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ റിസൾട്ടാണ്. 63 സീറ്റാണ് BJPക്ക് ഇടിഞ്ഞത്. 400-ലേറെ സീറ്റിലേക്ക് ഇതാ കുതിക്കുന്നുവെന്ന് ലോകത്താകെ നടന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഭരിക്കണമെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ വേണ്ടിയിരിക്കുന്നു. പാല ഏരിയ സെക്രട്ടറി TR വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഷാർലി മാത്യു, PM ജോസഫ്, MS ശശിധരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. i4A ന്യൂസ് പാല.